666 എന്ന സംഖ്യ ഇപ്പോൾ തന്നെ ലോകത്ത് പലയിടത്തും ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ആസ്ട്രേലിയയിലെ നാഷണൽ ബാങ്കിൽ നിന്നും കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾക്ക് 666 ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. യൂറോപ്യൻ കോമൺ മാർക്കറ്റിൽ നിന്നും ഇറങ്ങുന്ന സാധനങ്ങളിലെ മുദ്ര 666, അതിനു മുകളിൽ കുഞ്ഞാടു 2 കൊമ്പുള്ളതായി നിൽക്കുന്നതുമാണ്. വെളിപ്പാട് 13-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ഇവ രണ്ടും നാം കാണുന്നു. അമേരിക്കയിലെ ഫെഡറൽ ഗവൺമെന്റ് പല സ്ഥാപനങ്ങളിലും 666 ഉപയോഗിച്ചു തുടങ്ങി. അവിടത്തെ ടെലിഫോൺ കമ്പനി അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി കാർഡിന്റെ നമ്പറിനു മുൻപിൽ ഈ സംഖ്യ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജപ്പാനിൽ നിന്ന് വരുന്ന ചില സാധനങ്ങളിൽ 666 എന്ന മുദ്ര കാണുന്നു. ഇസ്രായേലിലെ അറബികൾ ഉപയോഗിക്കുന്ന കാറുകളിൽ 666 എന്ന നമ്പർ പതിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. സാമൂഹ്യ ജീവിതത്തിൽ നിന്നും 666 എന്ന നമ്പർ മാറ്റുവാൻ പാടില്ലാത്തവണ്ണം വളർന്നുവരികയാണ്. താമസം എന്ന ഈ നമ്പർ എല്ലാവരുടെയും മേൽ പതിക്കുവാൻ നിർബന്ധമാക്കപ്പെടും. 1974-ൽ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഈ മുദ്ര അടിക്കുവാനുള്ള ലേസർ ബീം യന്ത്രം കണ്ടുപിടിച്ചു. ശക്തമായ പ്രകാശരശ്മി ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. ഈ രശ്മി മനുഷ്യന്റെയും മൃഗത്തിന്റെയും ശരീരത്തിന്റെ അസ്ഥി വരെ കടന്നു ചെല്ലുന്നതിനാൽ ഒരിക്കൽ അടിച്ചുകഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അത് മായ്ച്ചു കളയാൻ സാധ്യമല്ല. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സകലരും അന്തിക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കുകയും അവനെ നമസ്കരിക്കുകയും ചെയ്യേണ്ടിവരും.